ബാക്ക് ടു NINM ഫാഷൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് B7000 എന്ന ഗമ്മിൻ്റെ റിവ്യൂ ആണ്. അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് യൂസ് ചെയ്തപ്പോൾ ഗമ്മ് വളരെ ചീത്തയാണെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും ഞാൻ ഇത്രത്തോളം ഈ ഗമ്മ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അത് എത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. പക്ഷേ പലർക്കും ഇപ്പോഴും അറിയില്ല ഈ ഗമ്മ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ ഗമ്മ് യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ല റിസൾട്ടിനായിട്ട് ഈ ഗമ്മ് യൂസ് ചെയ്യുന്ന മെത്തേഡ്സിനെ കുറിച്ചാണ്. ഈ ഗമ്മ് മെയ്ഡ് ഇൻ ചൈനയാണ്. 25 ml 65 or 78 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മുൻപ് മേടിച്ചിട്ടുള്ളതാണ് ഇത്. അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടോ ഒരു 8 മെത്തേഡ്സ് ഓഫ് യൂസ് പറയുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഗം ഏറ്റവും നല്ല റിസൾട്ട് തരും കേട്ടോ. ഫസ്റ്റ് വൺ ആയിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലാർജ് ഏരിയ ബിഫോർ പ്ലീസ് ഡു സ്മോൾ ഏരിയ ടെസ്റ്റ്. അതായത് നമ്മൾ വലിയൊരു ഏരിയയിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുൻപ് ആ സർഫേസിൻ്റെ ഒരു ചെറിയൊരു ഏരിയയിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അത് ബെസ്റ്റ് ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സെക്കൻഡായിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മേക്ക് ഷുവർ ദ സ്റ്റിക്കിംഗ് സർഫേസ് ക്ലീനിങ് ആൻഡ് ഡ്രൈയിങ്. അതായത് നമ്മൾ എവിടെയാണോ ഇത് ഗമ്മ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഏരിയ ക്ലീനായിട്ടും വെള്ളമൊന്നുമില്ലാതെ നനവൊന്നുമില്ലാതെ ഡ്രൈ ആയിട്ടും ഇരിക്കണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഈ ഗമ്മ് ബെസ്റ്റ് റിസൾട്ട് നൽകുള്ളൂ. അപ്പം നമ്മൾ ഒട്ടിക്കാൻ പോണ സർഫേസിൽ പൊടിയോ അങ്ങനത്തെ ഡേർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ നനവും ഉണ്ടാവാൻ പാടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ദ ബെസ്റ്റ് യൂസ് ഓഫ് ടെമ്പറേച്ചർ ഷുഡ് ബി ബിറ്റ്വീൻ 18 to 32 ഡിഗ്രി. 18 to 32 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഈ ഗമ്മ് ബെസ്റ്റ് റിസൾട്ട് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് 0 ഡിഗ്രി തണുപ്പൊക്കെ അങ്ങനെയുള്ള സർഫേസിലൊന്നും അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഈ ഗമ്മ് നല്ല റിസൾട്ട് തരില്ല എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് യൂസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് വെയിറ്റ് 1-2 minutes ടു അഡ്ഹേർഡ് അലൈൻമെൻറ്റ് ബോണ്ടി. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗമ്മ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഒരു ഫ്ലവർ ഒട്ടിക്കുകയെന്ന് വിചാരിക്കുക. ആ ഫ്ലവർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു 1-2 സെക്കൻഡ് എന്ത് ചെയ്യണം, ഇതിപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കാൻ വിട്ടുപോയി, നമ്മളിങ്ങനെ അപ്ലൈ ചെയ്താൽ ആ ഫ്ലവർ ടിക് ടാക്കിൻ്റെ മുകളിൽ എന്തിലാണെങ്കിലും ഒരു 2 മിനിറ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ഒരു ചെറിയൊരു മർദ്ദം, ഒരു ലിറ്റിൽ പ്രഷർ അതിൻ്റെ മുകളിൽ കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിക്കുക ഒരു 1-2-3 മിനിറ്റ്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യേണ്ടത്, ഒട്ടിയോന്ന് അപ്പം തന്നെ പറിച്ച് നോക്കാൻ പാടില്ല. കുറച്ച് സമയം, എത്ര സമയം എന്ന് വെച്ചാൽ ഇവർ പറയണതെന്ന് വെച്ചാൽ 48 hours ഫോർ ദ ബെസ്റ്റ് ബോണ്ടിങ് സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. അതായത് 48 മണിക്കൂർ അത് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെക്കുക. നമ്മൾ തൊടാതെ എവിടെയെങ്കിലും മാറ്റി വയ്ക്കുക. അങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ ഗമ്മ് ബെസ്റ്റ് റിസൾട്ടാണെന്നാണ് ഇവർ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഗമ്മ് നമ്മൾ തുറന്ന് വെച്ചിട്ട് യൂസ് ചെയ്യരുത്. പെട്ടെന്ന് കട്ട പിടിച്ചു പോകും, ബാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതായി പോകും. അതുകൊണ്ട് ബാക്കിയുള്ള ഗമ്മൊന്നും യൂസ് ചെയ്യണ പോലെ തുറന്ന് വെക്കരുത്. നമുക്ക് ആവശ്യമുള്ളത് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് ക്യാപ്പ് മൂടിയിട്ട് വെക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഗമ്മ് കട്ടയായി പോകും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇവർ ഈ ഗമ്മിൻ്റെ മെത്തേഡ് ഓഫ് യൂസിൽ പറയുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% റിസൾട്ട് തരും. പിന്നെ ഇപ്പോൾ കുറച്ച് പ്രിവെൻഷൻസ് പറയുന്നുണ്ട്. അതായത് കുട്ടികളുടെ അടുത്ത് നിന്ന് ദൂരെ വയ്ക്കുക, കണ്ണിലൊന്നും ആവാതെ ശ്രദ്ധിക്കുക, കണ്ണിൽ അഥവാ ആയിട്ടുണ്ടെങ്കിൽ കുറേ വെള്ളം കൊണ്ട് കഴുകുക, അങ്ങനെ കുറച്ചുള്ള മെത്തേഡ്സ് നീഡ്സ് ടു അറ്റൻഷനും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഗമ്മിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് വളരെ ഒരു തിരക്കിലെടുത്തൊരു വീഡിയോ ആണ്, അതുകൊണ്ട് നന്നായിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാലും നിങ്ങൾക്കൊരു ചെറിയൊരു ഇൻഫോർമേഷൻ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ആ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. അപ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യാം. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുള്ളത്. അല്ലാതെ വേറെ ഒന്നുമില്ല. കമൻറ്റ്സ് 1-2 ആൾക്കാരൊക്കെ കമൻറ്റ്സ് പറയാറുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് ഇഷ്ടം, മേക്കിംഗ് വീഡിയോസാണോ അതോ ഇതേപോലത്തെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോസാണോ ഇഷ്ടം എന്നൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ പ്ലീസ് ഒന്ന് പറ്റുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ പറ്റാത്തവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് വീണ്ടും ഞാൻ ആഡ് ചെയ്ത് ചേർക്കുകയാണ്.
അപ്പം ഇതിൻ്റെ ഒരു മാക്സിമം എക്സ്പയറി പീരീഡ്, യൂസേജ് പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ആണ്. അപ്പോൾ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് നോക്കുക. അവിടുന്ന് 1 ഇയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ, 1 ഇയറിൻ്റെ ഉള്ളിലാണ് ഇത് ബെസ്റ്റ് റിസൾട്ട് തരിക. അപ്പോൾ 1 ഇയർ കഴിഞ്ഞ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അത്രത്തോളം റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ വാങ്ങിക്കുമ്പോൾ അതും കൂടി നോക്കിയിട്ട് വാങ്ങിക്കുക. താങ്ക്